ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി ദിലീപിനെ സംഘടനയിൽ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. ഫെഫ്കയ്ക്ക് നിലപാടില്ലെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. സംസ്ഥാന സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചു. കുറ്റാരോപിതനായ വ്യക്തി ശക്തനും സമ്പന്നനുമാണ്. നീതിക്കായി നിരന്തരം താൻ പോരാടിക്കൊണ്ടിരിക്കും. പ്രതിഷേധം സംഘടനയുടെ രാജിയിലൂടെ താൻ അറിയിച്ചുവെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. എന്റെ പ്രതിഷേധം ഇങ്ങനെ രേഖപ്പെടുത്താനാണ് എനിക്ക് തോന്നിയത്. കാരണം എതിരാളി ശക്തനാണ്, സമ്പന്നനാണ്, സ്വാധീനമുള്ളവനാണ്. നമ്മളോടൊപ്പം പൊതുസമൂഹവും നിങ്ങൾ മാധ്യമങ്ങളും മാത്രമേ ഉള്ളൂ. സംസ്ഥാന സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കി. ആ കോടതി ആ വിധിയെ അനുസരിച്ച് അതിന് ഏത് കീഴ്ക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീലുമാൻ തീരുമാനിച്ചിട്ടുണ്ട്. അധിക്ഷേപങ്ങൾ പറയാനൊന്നും എന്നെ കിട്ടത്തില്ല, എന്നൊന്നും അധിക്ഷേപം പറയാൻ കിട്ടത്തില്ല. കോടതി പറഞ്ഞു. കോടതി പറഞ്ഞതിനെപ്പറ്റി ചോദ്യം ചെയ്യണമെങ്കിൽ അതിന് മുകളിലത്തെ കോടതിയിലേക്ക് പോകണം. അവിടെയും അതിനെ ചോദ്യം ചെയ്യാനോ അതിന് ഉത്തരം പറയാനും അധികാരം മേൽക്കോടതിക്ക് മാത്രമേ ഉള്ളൂ. പ്രതികൾക്ക് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണമെന്ന് നടനും സംവിധായകനുമായ ലാലും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന നിലപാടാണ് തനിക്കുള്ളതെന്ന് ആസിഫ് അലിയും പ്രതികരിച്ചു. അവർ ശിക്ഷിക്കപ്പെടുന്നു. അവർക്ക് എത്ര കണ്ടിട്ട് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് വിധിന്യായം വരണം. എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധിയിൽ ഞാൻ സന്തോഷമാണ്. എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അറിയിച്ചിരിക്കും. കോടതി വിധിയെ പറ്റി അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുന്നതിനോടും എത്രത്തോളം എത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും കോടതി വിധി സ്വീകരിക്കുക ഏത് സമയത്തും അതിജീവിതയോടൊപ്പം തന്നെയാണ്. തീർച്ചയായും പിന്തുണയുണ്ട്. കൈരളി ന്യൂസ്.